ആ ലുലു ഇപ്പോൾ കോച്ചിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? 1 month കഴിഞ്ഞു. ഇപ്പോൾ എത്ര ആളെ കോച്ച് ചെയ്തു? ഞാനൊരു 8 to 10 ആളുകളെ കോച്ച് ചെയ്തു. എന്താ തോന്നുന്നത്? റിയലി ഹാപ്പി. ഒരുപാട് ആളുകൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ നമ്മൾ കോച്ച് ചെയ്യുന്നത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്തിലൂടെയാണ് പോകുന്നത്, നമ്മൾ ശരിക്കും സ്പാർക്ക് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ബാക്കിയുള്ള ലീഡേഴ്സ് നമുക്ക് അവർ ഗൈഡൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് ടോട്ടലി നല്ല ഹാപ്പിയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നോ, കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ കോച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള? ഇല്ല, കാരണം വന്നപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. ഒരു ഐഡിയ കിട്ടാതെ നമ്മൾ സെൻസയിൽ വിശ്വസിച്ചിട്ട് നമ്മൾ എടുത്ത് ചാടിയിട്ട് തീരുമാനം എടുക്കുകയാണ്. സെൻസ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻറ്റിലാണ് ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ബിക്കോസ് ഞാൻ ലീപ്പിലും ഇല്ലാത്ത ആളല്ലേ, അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ നേരെ സെൻസേ എന്നുള്ള ഒരു വിശ്വാസത്തിൽ തിരിച്ച് അതിലനുസരിച്ച് നല്ലൊരു കോൺഫിഡൻറ്റ് ഡെവലപ്പായി. അതിൽ കോച്ചിങ് എന്താണെന്ന് മനസ്സിലായി. ആദ്യം 0 ആണ് എനിക്ക് ക്ലാരിറ്റി എങ്കിൽ ഇപ്പോൾ എനിക്കതൊരു 50 ക്ലാരിറ്റി കിട്ടി. ഇനി എനിക്ക് അടുത്ത ഒരു ബാക്കി സെക്ഷനും കൂടി കഴിയുമ്പോൾ എനിക്ക് ബാക്കി ഒരു 50 കൂടിയും കിട്ടും. ബിക്കോസ് ഇത്രയും ഒരു 1 month കഴിഞ്ഞപ്പോഴത്തേക്ക് 50% എനിക്ക് കോച്ചിങ് എന്താണെന്നൊരു മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ അടുത്ത ഒരു മാസം ആകുമ്പോഴേക്കും സെൻസയുടെ ബാക്കി ക്ലാസ്സുകൾ കേൾക്കുമല്ലോ നമ്മൾ മാസ്റ്റർ മൈൻഡിൽ. പിന്നെ കോച്ചിങ്ങും വരും. പിന്നെ അതിൻ്റെ ലെവൽ മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എങ്ങനത്തെ ആൾക്കാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? നിങ്ങളെ ഒരു ഓഡിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കും? അത് യങ്സ്റ്റേഴ്സ് ആണോ, യൂത്ത് ആണോ, അല്ലെങ്കിൽ വിമൻ ആണോ, മെൻ ആണോ, ബിസിനസ് ഓണേഴ്സ് ആണോ, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണോ, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആണോ? ഹൂ ഇസ് യുവർ ഐഡൽ കസ്റ്റമർ ഓർ അവതാർ? വർക്കിംഗ് പ്രൊഫഷണൽസാണ് ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത്. അതിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, ബിക്കോസ് ബോത്ത് കസ്റ്റമർ. അപ്പോൾ അതിൽ നമുക്കൊന്നുകൂടി നമുക്ക് ആ ക്ലയൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അഫ്കോഴ്സ് 25+ ഉള്ള ആളുകളാകുമ്പോൾ അവർ വർക്കിംഗ് പ്രൊഫഷണൽ ആവും. അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷെ അവർക്കൊരു ഫോഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നൊരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയും. പിന്നെ അവർ ഡിസിഷൻ മേക്കറും ആവും. അപ്പോൾ അവർക്ക് ഒരു സ്മോൾ ഏജ് ആകുമ്പോൾ അവർക്ക് ഡിസിഷൻ മേക്കർ ആവില്ല. എനി ടൈം ഇറ്റ് വിൽ ബി സ്വിച്ച് ഓൺ. അവർക്ക് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു 25 എബോവ് ആയി കഴിഞ്ഞാൽ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. എക്സാക്ട്ലി, യെസ്, അതെ. So what would be your advice to the youngsters who want to get into those areas like leadership? Yes, we always need to focus on our clarity side. Like for example, നമ്മളൊരു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഫഷനുമായിട്ട് ഏത് രീതിയിലാണ് നമുക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ എടുത്ത് പോയിട്ട് നമ്മളൊരു കോച്ചിങ് നടത്തി നമ്മൾ സ്വയം ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഇൻ ദ റൈറ്റ് പാത്ത്. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. Lulu ഇപ്പോൾ ഉള്ളത് you are in the marketing, am I right? Exactly, yes. So yes, why sir. did you take marketing? Let me know about it. കാരണം അത് ചാലഞ്ചിങ് ആണോ? Why did you take marketing? അല്ല അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? മാർക്കറ്റിംഗ് ആക്ച്വലി വി സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം. നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ പ്രോപ്പർലി നമ്മളെ സെയിൽ ചെയ്യാണ്. വി ആർ ദ പേഴ്സൺ ഫസ്റ്റ് വി ഹാവ് ടു സെൽ ഔട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽ ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണറെ, നമ്മുടെ പാരൻറ്റിനെ ഒക്കെയാണ്. അവരെ നമുക്ക് ഇംപ്രസ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ വി വിൽ ബി സക്സസ് ഇൻ അവർ മാർക്കറ്റിംഗ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് അവർ ലൈഫ് പാർട്ട്ണർ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കോപ്പറേറ്റ് വിത്ത് അവർ ലൈഫ് പാർട്ട്ണർ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഹാപ്പി വിത്ത് അവർ ലൈഫ് പാർട്ട്ണർ, ഇഫ് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, then we cannot satisfy the outside customer as well. അപ്പോൾ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്കൊരിക്കലും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിയൂല. അപ്പോൾ നമ്മൾ സ്വയം നമ്മുടെ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ ഉപ്പ, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റർ, ബ്രദേഴ്സ്, നമ്മളെ കുട്ടികൾ, അവർ നമ്മളിൽ ശരിക്കും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ പുറത്തെ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ. നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ലിസണർ ആവണം, നമ്മളൊരു പേഷ്യൻ്റ് ഉള്ള ആളായിരിക്കണം, നമ്മൾ ഓപ്പോസിറ്റ് ആളെ കേൾക്കണം, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ആൾ പറയുന്നതൊക്കെ
അക്സെപ്റ്റഡ്, യു ആർ റൈറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ആൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ സീറോ ആയിട്ട് നിൽക്കണം. നമ്മൾ വീട്ടിലും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുടെ മുന്നിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അച്ചടക്കത്തോട് നിന്ന് കഴിഞ്ഞാൽ ഹി ലവ് ഇറ്റ്. പിന്നെ നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും. ആ ലോ ആണ് ഇപ്പോഴത്തെ ജനറേഷനിലെ ലേഡീസ് അപ്ലൈ ചെയ്യാത്തത്. അവരും ഈക്വലി എല്ലാവരും ക്വാളിഫൈഡ് ആകുമ്പോൾ നമ്മൾ ഒപ്പോസ് ചെയ്യും. ഒപ്പോസ് ചെയ്യുമ്പോൾ അവിടെ പ്രോബ്ലം വരും. അതാണ് നമ്മൾ കസ്റ്റമറോടും നമ്മൾ പറയുമ്പോൾ അവർ നമ്മൾ ക്ഷമയോട് കൂടി കേൾക്കുക. അവർ നമ്മൾ ഒപ്പോസ് ചെയ്താൽ ഹി വിൽ നോട്ട് പർച്ചേസ് അവർ പ്രൊഡക്റ്റ്. ഓക്കെ, ബിക്കോസ് അപ്പോൾ ആ ഒരു ക്ഷമ ആണ് നമ്മൾ ഫാമിലിയിൽ നിന്ന് ഉണ്ടാക്കി നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് തിരിച്ച് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസാണ്. രണ്ടുപേരും ഈക്വലി റെസ്പെക്റ്റ് കൊടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നാൽ നമുക്ക് മാർക്കറ്റിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ പറയുന്നത് നമുക്ക് ശരിക്കും ക്ഷമയോട് കൂടി കേൾക്കാൻ കഴിയും. ക്ഷമയോട് കൂടി കേട്ട് നമ്മൾക്ക് ഒരു വിവരവുമില്ല, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി എന്നങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി ടോട്ടലി ഹാപ്പി. ആൾക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണെയാണ്. പിന്നെ നമ്മൾ പറയാണ് സാർ ഇങ്ങനെ ഇതല്ലേ ശരി, സാറിന് തോന്നുന്നുണ്ടോ? അപ്പോൾ യെസ് ഓഫ് കോഴ്സ് ഇതാണ് ശരി. അല്ല സാർ ഈ പ്രൊഡക്റ്റ് ഇങ്ങനൊരു ബെനിഫിറ്റ് സാറിന് കിട്ടുന്നില്ലേ? യെസ് ഇങ്ങനൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൾക്ക് കൊടുക്കണം ഓപ്ഷൻ. ആൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ആളെ ഫുള്ള് റെസ്പെക്റ്റ് ചെയ്തു, ലിസൺ ചെയ്ത് കേട്ടു, പേഷ്യൻ്റായിരുന്നു. ആൾ ടോട്ടലി നമ്മളിൽ ഹാപ്പിയായി. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ഇല്ലേ ശരിയല്ലേ സാർ അതുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹി വിൽ ബി സോ ഹാപ്പി. സോ ഹി ഈസ് കൺവിൻസ്ഡ്. സോ ഡീൽ ഈസ് ക്ലോസ്ഡ്. And he will purchase our product and he will be lifelong business. He will do the lifelong business with us. അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ്. വൺ ഈസ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പോഴത്തെ യുഗത്തിൽ ഡിജിറ്റൽ മാർക്കറ്റ്, ദ വൺ ദാറ്റ് യു ആർ ഡൂയിങ് ഈസ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൽ നമുക്ക് ഒരുപാട് ലേഡീസിനൊക്കെ കാണാം, ഫീമെയിൽസിനെ. അതെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളിത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ഡു ഫോർ ദ യങ് ജനറേഷൻ ഹു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സോർട്ട് ഓഫ് സ്ഫിയർ? Yes, I can give a clarity coach in the sales and marketing. So I can give him a clarity a to do a marketing business with them, how to improve their sales, how to increase the business, how they can convince the customers, and how do they able to make a patient with customers, because the customers have so many questions and sometimes a salesperson cannot able to tolerate those things. Our frustration ആവും. ഒരുപാട് കസ്റ്റമർ different 10 customers will be 10 attitude. Some will get angry, some will be totally disappoint as that product. അങ്ങനെയുള്ളതാകുമ്പോൾ നമ്മളൊരിക്കലും ഡെസ്പായിട്ട് പിന്നോട്ട് വലിയരുത്. അപ്പോൾ അതിന് നമുക്ക് കിട്ടേണ്ട ബൂസ്റ്റപ്പ് കോൺഫിഡൻറ്റ്, നമ്മുടെ എനർജി കുറയാതെ നമുക്ക് എങ്ങനെ അടുത്ത കസ്റ്റമറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 10 കസ്റ്റമറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 10 എങ്ങനെ ഡീലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ കോച്ച് ചെയ്തിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് 10ൽ 10 തന്നെ അവർക്ക് കസ്റ്റമറെ കിട്ടും. 10 കസ്റ്റമർ മീറ്റ് ചെയ്താൽ 10 കസ്റ്റമറെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടും. ആ രീതിയിൽ ഞാൻ അവർക്കൊരു ക്ലാരിറ്റി കോച്ചിങ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. They can contact me in the WhatsApp 8086-008-008 വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ I'll be available at any. ഇന്ത്യൻ നമ്പറാണ്. സോ ഇറ്റ്സ് +91 8086-008-008. അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീക്കെൻഡ് ഉള്ള സമയത്ത് അവർക്ക് ഞാൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള കോച്ചിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റിലുള്ള കോച്ചിങ്, അവരുടെ കമ്പനികളിൽ ആർക്കെങ്കിലും അവരുടെ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ടീമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കോച്ചിങ്ങും ബിസിനസ് ഓണേഴ്സിന് എനിക്ക് കൊടുക്കാൻ കഴിയും. So my last question is, are you in the right path? Yes, of course. I'm with Sensei, so I'm in the right path. That's what my trust. Thank you. You're welcome.